അസ്സലാമു അലൈക്കും. സക്കാത്ത് എന്നാൽ നമ്മുടെ ധനത്തിൽ നിന്നൊരു വിഹിതം ചിലവഴിക്കുന്നതാണ്. ഇത് അർഹതപ്പെട്ടുള്ളവർക്ക് തന്നെ നാം കൊടുക്കണം. സമ്പത്തിൻ്റേതുപോലെ സ്വർണത്തിനും വെള്ളിക്കും സക്കാത്തുണ്ട്. ഇത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. സക്കാത്ത് ഒരു ചക്കാത്തല്ല, സത്യമാണ്. നമ്മുടെ കയ്യിൽ ധനം തന്നത് അള്ളാഹുവാണ്. അത് അവൻ്റെ മാർഗത്തിൽ വിനിയോഗിച്ചില്ലെങ്കിൽ അവനത് തിരിച്ചെടുക്കും. വലിയ പ്രയാസമൊന്നുമില്ല. സക്കാത്ത് കൊടുക്കുമ്പോൾ വേറൊരു വഴിയിലൂടെ ധനം നമ്മളിലേക്ക് വരും. അത് നമുക്ക് കാണാനും സാധിക്കും. ആ ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സക്കാത്ത് കൊടുത്താൽ ഒരിക്കലും നമ്മൾ താഴില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് എം.എ. യൂസഫ് അലി സാർ. അദ്ദേഹം കൊടുക്കുന്നതിന് കണക്കില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആസ്തിക്കും കണക്കില്ല. അത് അള്ളാഹു കൊടുക്കുന്നതാണ്. ഇനി അത് കൊടുക്കേണ്ട വിധം നമുക്ക് സക്കാത്ത് ഒരുവന് 5000 രൂപയാണെങ്കിൽ നമ്മളത് 500 വെച്ചൊരു 10 ആൾക്കായിട്ട് കൊടുക്കും. പക്ഷേ അത് സ്വതക്കയായി പോകും. നമ്മുടെ നിയ്യത്ത് സക്കാത്ത് ആണെങ്കിലും. ഇസ്ലാമിൽ സക്കാത്ത് എന്നാൽ ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള അത്രയും തുക സക്കാത്തായി കൊടുക്കണമെന്നാണ്. 500 കിട്ടിയാൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനേ തികയുള്ളൂ. മറിച്ച് 5000 കിട്ടിയാലും ഒരുവൻ്റെ ആഗ്രഹങ്ങൾ തീർക്കാനുള്ള ഒരു സംഖ്യയാണത്. പിന്നെ ഒരു ചോദ്യമാണ്, മുഴുവനും ഒരാൾക്ക് തന്നെ കൊടുത്താൽ പിന്നെ വരുന്നവർക്ക് നമ്മൾ എന്തു കൊടുക്കുമെന്ന്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായി എത്രയെങ്കിലും ചെറിയൊരു തുക കണക്കാക്കണം. അപ്പോൾ നമുക്കത് സംഭാവനയായി മാറ്റാം. ഇതുപോലെ കൊടുത്താലല്ലേ ഒരുവൻ്റെ ആവശ്യങ്ങൾ നിറവേറുള്ളൂ. ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനിയൊരു കാര്യം, കൊടുത്തത് വിളിച്ചു പറയാതിരിക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമുക്ക് സമ്പത്തിൽ വർധനവ് നൽകട്ടെ. നമുക്ക് കുറേ കൊടുക്കാനുള്ള സമ്പത്ത് അള്ളാഹു നൽകട്ടെ. പാവങ്ങളുടെ കയ്യിൽ തന്നെ നമ്മുടെ സക്കാത്ത് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ആദ്യമായി നമ്മൾ നമ്മളുടെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമ്മളത് പുറത്തേക്ക്, അതായത് നമ്മളുടെ അടുത്ത അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അവർക്ക് കൊടുക്കാനായിട്ട്. അത് നമ്മളുടെ വീട്ടുകാർക്കും അയൽവാസികൾക്കും ഒരു ബുദ്ധിമുട്ടില്ല എന്നാണെങ്കിൽ നമുക്കത് പുറത്തേക്ക് അന്വേഷിച്ചിറങ്ങാം. ആരാണതിൻ്റെ അവകാശികൾ എന്ന്. അവരുടെ കയ്യിൽ തന്നെ എത്തട്ടെ. കൃത്യമായി പാവങ്ങളുടെ കയ്യിൽ തന്നെ നമ്മളുടെ തുക എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ ഓരോ അമലും അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ.